അമൂല്യമായ സ്വർണത്തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ. അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവർ, ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം, ഫസ്റ്റ് ഫ്ലോർ, തൈക്കാട്ടിൽ ബിൽഡിംഗ്, ചേലക്കര. ചേലക്കര സെന്റ് മേരീസ് ഫൊറൂന പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ 61ാം ശ്രാദ്ധ ദിനം അതിവിപുലമായ ചടങ്ങുകളോടെ ഭക്തി നിർഭരമായി നടന്നു. 1930 മുതൽ 1963 വരെ ചേലക്കരയുടെ സമസ്ത മേഖലയിലും നിറസാന്നിധ്യമായിരുന്ന ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ 61ാം ശ്രാദ്ധ ദിനം ചേലക്കര സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ആഘോഷമായ റാസയോടെ നടന്നു. വിവിധ ദിവസങ്ങളിലായി വിശേഷാൽ ചടങ്ങുകൾക്ക് പ്രമുഖ വൈദികന്മാരാണ് കാർമ്മികത്വം വഹിച്ചത്. ജൂൺ 10-ാം തീയതി രാവിലെ ഭക്തിസാന്ദ്രമായ റാസയ്ക്ക് നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. ചടങ്ങുകൾക്ക് ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ജോഫി ചിറ്റിലപ്പള്ളിയാണ് സഹകാർമ്മികനായത്. തൃശൂർ സെന്റ് മേരീസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ദേവസി പന്തല്ലൂർക്കാരൻ ശ്രാദ്ധ ദിനത്തിന്റെ ഭാഗമായ ചടങ്ങിൽ സന്ദേശം നൽകി. 20ാം നൂറ്റാണ്ടിന്റെ ഒത്ത ഹൃദയഭാഗത്ത് ഇവിടെ വചനം വിതച്ച് ഒരു ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്ത് ഒരു ഇടവക ദൈവാലയം പണിതീർത്ത് അതിന് ആശീർവാദ വെഞ്ചരിപ്പ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കൃതാർത്ഥതയോടുകൂടെ തിരിച്ചുപോയ ആ തച്ചുപറമ്പിലച്ചൻ 20 കൊല്ലം 1ാം നൂറ്റാണ്ടിൽ ഇവിടെ സുവിശേഷം പ്രസംഗിച്ച ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായുടെ 20ാം നൂറ്റാണ്ടിലെ അഭിനവ അവതാരമായിരുന്നു. ഒരു പടി കൂടി കടന്നു ആ തച്ചുപറമ്പിലച്ചൻ കേരളത്തിന്റെ തോമസ് അപ്പസ്തോലന്റെ പിന്തുടർച്ച പോലെ ചേലക്കരയുടെ തോമസ് ശ്ലീഹയാണ് എന്ന് പറഞ്ഞാലും അതിന് അതിശയോക്തി ഉണ്ടാവില്ല. ആ പിതാവിന്റെ ഓർമ്മ ആചരിക്കാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെക്കാനൊക്കെ ഈ അവസരം കിട്ടുമ്പോൾ ഒരു 5-6 മിനിറ്റ് നേരം നിങ്ങളുടെ ചിന്തയെ മറ്റൊരു ചെറിയ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുനാളില് നോട്ടീസില് ശ്രാദ്ധ ഊട്ട ആശീർവാദത്തിന് ഇരിഞ്ഞാലക്കുട രൂപത കൊട്ടാറ്റപ്പള്ളി വികാരി ഫാദർ ജോയൽ ചെറുവത്തൂർ നേതൃത്വം വഹിച്ചു. പള്ളിയിലെ തിരുകർമ്മങ്ങൾക്കും വിശേഷ ചടങ്ങുകൾക്കും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. CCV ന്യൂസ്, ചേലക്കര.